കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വിപ്ലവ ഗാനങ്ങളും പാടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവം ഉത്സവ ചടങ്ങിന്റെ പവിത്രത കളങ്കപ്പെടുത്തുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയിൽ ഹർജി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, ഈ വിപ്ലവഗാനം പാടുക, ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും ഒക്കെ പതാകകൾ ഉയർത്തുക, എന്തൊക്കെയായിരുന്നു കടക്കലിൽ നടന്നത്? അത് ഈ ഒരു വർഷം മാത്രമല്ല, യാദൃശികമാണെന്നുള്ള വാദവും പൊളിച്ചു. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും ഇത് ആവർത്തിച്ചിരുന്നതായി ദൃശ്യങ്ങൾ സഹിതം ജനം TV തന്നെ പുറത്തുവിട്ടതുമാണ്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ട് അതിന്റെ 9ാം ദിവസമായി, അതായത് കൃത്യമായി പറഞ്ഞ മാർച്ച് 10-ാം തീയതിയാണ് ഗാനമേളയ്ക്കിടെ, സംഗീത പരിപാടിക്കിടെ വിപ്ലവ ഗാനവും അതോടൊപ്പം തന്നെ DYFIയുടെ പതാകയും CPM-ന്റെ പാർട്ടി ചിഹ്നവും സ്ക്രീനിൽ പ്രദർശിപ്പിച്ചത്. വിപ്ലവ ഗാനങ്ങൾ നിരവധി പാടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നത്. ഉത്സവ ചടങ്ങിന്റെ പവിത്രത കളങ്കപ്പെട്ടു എന്നുള്ള വാദം മുൻനിർത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതോടൊപ്പം തന്നെ കടക്കൽ ക്ഷേത്ര ഭാരവാഹികൾ, അതായത് ടെമ്പിൾ അഡ്വൈസറി കമ്മിറ്റി തുടങ്ങിയവരാണ് എതിർകക്ഷികൾ. പ്രധാനമായിട്ടുമുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ കടക്കൽ ദേവീക്ഷേത്ര പരിസരത്ത് മറ്റ് പാർട്ടി അജണ്ടയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ടോ യാതൊരു പരിപാടിയും നടത്തുവാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യം. എന്തായാലും ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഹർജി എത്തിയിരിക്കുന്നത്. എന്തായാലും ജനം TV-യാണ് നേരത്തെ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. വീഡിയോ സഹിതമായിരുന്നു വാർത്ത പുറത്തു വന്നത്. ഈ വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ഹർജിക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും, അത് ഹാജരാക്കുകയും ചെയ്യും. ഉത്സവത്തിന്റെ ചടങ്ങുകളിൽ കോട്ടം വന്നു, ഭക്തരുടെ വികാരം വ്രണപ്പെട്ടു തുടങ്ങിയ വാദഗതികളും ഹർജിക്കാരൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി പതാക പ്രദർശിപ്പിക്കുകയും വിപ്ലവഗാനം ആലപിക്കുകയും ചെയ്തത് വലിയൊരു നിയമലംഘനമായിട്ട് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം ഹൈക്കോടതി നേരത്തെ തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ആയുധമായിട്ട് ക്ഷേത്ര പരിസരങ്ങൾ മാറ്റരുത് എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്. അതിനിടയിൽ തന്നെയാണ് കടക്കൽ ദേവീക്ഷേത്രത്തിൽ ഇത്തരമൊരു പരിപാടി അരങ്ങേറിയത്. സമാനമായിട്ടുള്ള പരിപാടി കഴിഞ്ഞ വർഷവും നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്, അതായത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ചാണ് പ്രസ്തുത ഹർജി പരിഗണിക്കുന്നത്. ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ശരി രേഷ്മ.